നമസ്കാരം. ഇന്ന് നമ്മൾ +2 ഡ്യൂപ്ലിക്കേറ്റ് സർട്ടിഫിക്കറ്റ് അതിൻ്റെ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. നേരത്തെ ഈ വീഡിയോ ഞാൻ ചെയ്തിട്ടുള്ളതാണ്, പക്ഷേ അതിൽ കുറേ കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള അപ്ഡേറ്റ്സ് ഉൾപ്പെടുത്തിയിട്ട് ആ വീഡിയോ ഒന്ന് പുതിയതായിട്ട് ഞാൻ ഇടുകയാണ്. അപ്പോൾ ഈ +2 സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അതിനെക്കുറിച്ചൊന്ന് പറയാം. യഥാർത്ഥത്തിൽ ഈ +2 സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നതും +2 മാർക്ക് ലിസ്റ്റ് എന്ന് പറയുന്നതും ഒന്ന് തന്നെയാണ്. വേറെ മാർക്ക് ലിസ്റ്റ് വേറെ, സർട്ടിഫിക്കറ്റ് വേറെ, അങ്ങനെയില്ല. +2 മാർക്കും ഗ്രേഡും ഉൾക്കൊള്ളുന്ന സർട്ടിഫിക്കറ്റാണ് ഈ +2 സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്. അത്തരത്തിൽ നമുക്ക് ഏതെങ്കിലും വർഷം ലഭ്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഏതെങ്കിലും വിധത്തിൽ നഷ്ടപ്പെടൽ പല വിധത്തിലാവാം. ഒന്നുകിൽ നമ്മളുടെ യാത്രാമധ്യയുള്ള നഷ്ടപ്പെടലാവാം, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും വെള്ളത്തിൽ ഒലിച്ചു പോയതാവാം. അപ്പോൾ അതല്ലാതെ അങ്ങനെ തീർത്തും എവിടെയാണെന്ന് അറിയില്ല, അങ്ങനെയും ആവാം. ഇതല്ലെങ്കിൽ നമുക്ക് ചിതലരിച്ചു, അല്ലെങ്കിൽ വെള്ളത്തുള്ളികൾ വീണിട്ട് ഡാമേജ് ആയി. അപ്പോൾ രണ്ട് വിഭാഗമായിട്ട് നമുക്കിതിനെ തരംതിരിക്കാം. ഒന്ന് ഡാമേജ് ആയതും മറ്റൊന്ന് തീർത്തും നഷ്ടപ്പെട്ടതും. ഈ ഡാമേജ് ആയത് എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ട് കാര്യങ്ങൾ അതിൽ ബാക്കിയുണ്ടാവണം. ഒന്ന് രജിസ്റ്റർ നമ്പറും ഈ കുട്ടിയുടെ പേരും കാണാൻ കഴിയുന്നുണ്ടെങ്കിൽ ആ സർട്ടിഫിക്കറ്റിനെ നമുക്ക് ഡാമേജ്ഡ് സർട്ടിഫിക്കറ്റ് എന്ന വിഭാഗത്തിൽ പെടുത്താം. അങ്ങനെയുള്ളവർക്ക് നടപടിക്രമങ്ങളിൽ ചെറിയ മാറ്റമുണ്ട്. ഇനി ഇവിടെ നമ്മൾ പറയുന്ന കാര്യം, ഈ ഡ്യൂപ്ലിക്കേറ്റ്, നമ്മുടെ നാട്ടുമ്പുറത്തൊക്കെ ഇങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറഞ്ഞ് അതിൻ്റെ ഒരു അർത്ഥം വിലയില്ലാത്തത് എന്ന രീതിയിലേക്കൊക്കെ മാറിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ രണ്ടാമത്തെ കോപ്പി എന്നാണ് അർത്ഥം. ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറയുന്നത് അങ്ങനെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് സീലൂടി നമുക്കതിന് മുകളിൽ വെക്കും. അപ്പം രണ്ടാമത്തെ കോപ്പി എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഒന്നാമത്തെ കോപ്പിയുടെ അതേ സാധനത്തിൻ്റെ രണ്ടാമത്തെ കോപ്പി, അതേ വാല്യൂ ആണുള്ളത്. വാല്യൂവിനൊന്നും ഒരു വ്യത്യാസവും ഇല്ല. അതേ സാധനമാണ് രണ്ടാമത് നമ്മൾക്ക് കിട്ടുന്നത്. പക്ഷേ ഒന്നാമത് കിട്ടിയതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് മാത്രമേ ഉള്ളൂ. ഇനി രണ്ടാമത്തെ കോപ്പിയും നമുക്ക് നഷ്ടപ്പെട്ടാൽ വീണ്ടും വാങ്ങുമ്പോൾ ഫീസ് കൂടുതൽ അടയ്ക്കണം. അത് ട്രിപ്ലിക്കേറ്റ് ആണ്. മൂന്നാമത്തെ കോപ്പി ആയിരിക്കും നമ്മൾ വാങ്ങുന്നത്, ട്രിപ്ലിക്കേറ്റ് കോപ്പിയാണ് വാങ്ങുന്നത്. അത്രയേ ഉള്ളൂ വ്യത്യാസം. ഈ നഷ്ടപ്പെട്ട് പോയതുകൊണ്ട് കുട്ടികൾ ടെൻഷൻ അടിക്കുന്നതിൻ്റെ ആവശ്യമില്ല. നമുക്ക് ചില്ലറ കാര്യങ്ങൾ ചെയ്താൽ ഡ്യൂപ്ലിക്കേറ്റ് സർട്ടിഫിക്കറ്റ് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷനിൽ നിന്ന് വാങ്ങാവുന്നതേ ഉള്ളൂ. അതിന് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ ഉള്ള നടപടിക്രമമാണ് ഞാൻ പറയുന്നത്. നമ്മൾ അത് ആവശ്യമുള്ളവർ, എല്ലാവർക്കും ഇത് ആവശ്യമില്ലല്ലോ, എങ്കിൽ പോലും ഒന്ന് കേട്ട് വെച്ച് കഴിഞ്ഞാൽ ആർക്കെങ്കിലും പ്രയോജനമാകുന്നുണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാം, അല്ലെങ്കിൽ ഈ വീഡിയോ ഫോർവേഡ് ചെയ്ത് കൊടുക്കാം. അത്തരത്തിലൊരു സഹായം ആവട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ രണ്ടാമതിൻ്റെ അപ്ഡേറ്റ്സ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത്, നമ്മളിത് ഏത് വിഭാഗത്തിൽ വരുന്നു എന്ന് നമ്മൾ ആദ്യം തീരുമാനിക്കണം. തീർത്തും കളഞ്ഞു പോയവരാണോ, അല്ല സർട്ടിഫിക്കറ്റ് ഉണ്ട് അതിന് ചെറിയ കേടുപാടുകൾ സംഭവിച്ചവരാണോ എന്ന് നമ്മൾ തീരുമാനിക്കണം. ഈ സർട്ടിഫിക്കറ്റിന് കേടുപാട് സംഭവിച്ചോ അല്ലെങ്കിൽ ഡാമേജ് ആയി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ സർട്ടിഫിക്കറ്റിലെ രജിസ്റ്റർ നമ്പറും കുട്ടിയുടെ പേരും മനസ്സിലായാൽ മതി, ബാക്കി എല്ലാം ദ്രവിച്ചു പോയാലും കുഴപ്പമില്ല. അപ്പോൾ അതിന് നമുക്ക് കേടുപാട് വന്ന അല്ലെങ്കിൽ ഡാമേജ് ആയ സർട്ടിഫിക്കറ്റ് എന്ന് പറയാം. ആദ്യമായിട്ട് നമുക്ക് ഈ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കിട്ടണമെങ്കിൽ ഒരു പഠിച്ച സ്കൂളിലെ പ്രിൻസിപ്പാള് സാക്ഷ്യപ്പെടുത്തിയ ഒരു അപേക്ഷ, ആ അപേക്ഷ പ്രത്യേക ഒരു ഫോർമാറ്റാണ്. ആ അപേക്ഷയുടെ അപേക്ഷ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അതിനാവശ്യമായ ഡോക്യുമെൻ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അതിന് ഉള്ള രീതിയിൽ ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ അപേക്ഷാ ഫോറം നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ട് അത് കൃത്യമായി പൂരിപ്പിക്കുക. കൃത്യമായി പൂരിപ്പിക്കുമ്പോൾ നമ്മൾ എന്തറിഞ്ഞിരിക്കണം? നമ്മളുടെ രജിസ്റ്റർ നമ്പറും നമ്മൾ പരീക്ഷ എഴുതിയ വർഷവും നമ്മൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം.
ഇല്ല എങ്കിൽ അത് നമ്മുടെ അടുത്ത സുഹൃത്തുക്കളുടെയോ സ്കൂളിലെ പ്രിൻസിപ്പലിൻ്റെ അടുത്തൊക്കെ പോയാൽ നമുക്ക് അവരതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി എടുത്ത് വെച്ചിട്ടുണ്ടാവും, അവിടെ നമുക്ക് ലഭ്യമാവും. അപ്പോൾ രജിസ്റ്റർ നമ്പർ നിർബന്ധമാണ്. അപ്പോൾ ഈ അപേക്ഷാ ഫോറം വളരെ കൃത്യമായിട്ട് എല്ലാ കോളങ്ങളും നമ്മൾ പൂരിപ്പിച്ചിരിക്കണം. നമുക്ക് ബാധകമല്ലാത്ത കോളങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ വെറുതെ ഇടരുത്, അത് ബാധകമല്ല അല്ലെങ്കിൽ നോട്ട് അപ്ലിക്കബിൾ എന്ന് എഴുതണം. അപ്പോൾ അത്തരത്തിൽ വരുമ്പോൾ എല്ലാ കോളങ്ങളും നമ്മൾ പൂരിപ്പിച്ചിട്ടുണ്ടാവും. അതാണ് ആദ്യം പറയാനുള്ളത്. പ്രിൻസിപ്പാള് അതിൻ്റെ താഴെ പ്രിൻസിപ്പാള് അത് അറ്റസ്റ്റ് ചെയ്യാനുള്ള, സാക്ഷ്യപ്പെടുത്താനുള്ള ഒരു സ്ഥലം ഉണ്ട്, അതും നമ്മൾ ശ്രദ്ധിക്കണം. പ്രിൻസിപ്പൽ സാക്ഷ്യപ്പെടുത്താതെ നേരിട്ട് അപേക്ഷിച്ചാൽ കിട്ടുന്നതല്ല. രണ്ടാമത് 300 രൂപയാണ് ഫീസ്. 300 രൂപ ഫീസ് ചെലാൻ അടയ്ക്കണം. ഈ ചെലാൻ അടയ്ക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് നേരത്തെ നമ്മൾ ചെലാൻ അടച്ചിരുന്നത് പോലെ ട്രഷറിയിൽ പോകേണ്ട ആവശ്യമില്ല. അതാണ് ഒരു മാറ്റം. ഇപ്പോൾ നമുക്ക് അക്ഷയ വഴി ചെലാൻ അടയ്ക്കാം. അപ്പോൾ അക്ഷയ വഴി ചെലാൻ അടയ്ക്കുമ്പോൾ ആ ചെലാന് നമ്മൾ ഈ ചെലാൻ എന്നാ പറയുക. ഈ ചെലാൻ ഇലക്ട്രോണിക് രൂപത്തിലേക്ക് മാറിയ ചെലാനൊക്കെ. അപ്പോൾ ഈ ചെലാനായിട്ട് നമുക്ക് ചെലാൻ അക്ഷയയിൽ അടയ്ക്കാം. വളരെ സൗകര്യമായി. അപ്പോൾ നമ്മുടെ സ്വന്തം സ്ഥലത്ത് നാട്ടിലുള്ള അക്ഷയയിൽ നമുക്ക് അടയ്ക്കാം. അക്ഷയയിൽ അടയ്ക്കുമ്പോൾ അതിൻ്റെ അവർക്ക് അത്ര ധാരണ ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല. നമ്മളിത് പറഞ്ഞിട്ട് +2 ഡ്യൂപ്ലിക്കേറ്റ് സർട്ടിഫിക്കറ്റിനാന്ന് പറഞ്ഞാൽ ധാരണയുള്ളവരുണ്ടാവും, അതിനെപ്പറ്റി ധാരണ ഇല്ലാത്തവരുണ്ടാവും. അപ്പോൾ അത്തരം ഒരു സാഹചര്യം വന്നാൽ നമ്മൾ അതിൻ്റെ ഹെഡ് ഓഫ് അക്കൗണ്ട് പറഞ്ഞു കൊടുക്കണം. ആ ഹെഡ് ഓഫ് അക്കൗണ്ട് ഇതാണ്: 0202-01 ഹൈഫൺ എന്ന് പറഞ്ഞാൽ ഒരു വരെയാണ്, അതറിയായിരിക്കും അവർക്ക്. ഒരിക്കൽ കൂടി പറയാം: 0202-01-102-97 ബ്രാക്കറ്റിൽ 03 ബ്രാക്കറ്റ് ക്ലോസ്. 97 കഴിഞ്ഞിട്ട് ബ്രാക്കറ്റ് ഇടുക, 03 എന്ന് എഴുതുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. അത് കഴിഞ്ഞാൽ അതർ റെസീറ്റ്. അപ്പോൾ ഈ അതർ റെസീറ്റ് ആയിട്ട് ഈ ഹെഡ് ഓഫ് അക്കൗണ്ടിൽ ഫീസ് അടയ്ക്കണം. ഒരിക്കൽ കൂടി ഹെഡ് ഓഫ് അക്കൗണ്ട് ഞാൻ പറയാം: 0202-01-102-97. അത് കഴിഞ്ഞാൽ ബ്രാക്കറ്റിൽ 03 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, അതർ റെസീറ്റ്സ്. ഈ കാര്യം അക്ഷയയിൽ എഴുതി കൊടുത്താൽ മതി. പിന്നെ വേറൊരു കാര്യം കൂടി അതിൽ നമുക്ക് ചെല്ലാനിൽ വരുമ്പോൾ ഉണ്ട്: പർപ്പസ് ഓഫ് റെമിറ്റൻസ് എന്ന് പറഞ്ഞാൽ ഈ ഫീസ് അടയ്ക്കുന്നത് എന്തിനാണ്? നമ്മൾ ഈ ഫീസ് അടയ്ക്കുമല്ലോ, ആ ഫീസ് അടയ്ക്കുന്നത് എന്തിനാണെന്നൊരു ചോദ്യം കൂടി വരുന്നുണ്ട്. ആ ചോദ്യം എന്താണ്? ഫീ ഫോർ ഡ്യൂപ്ലിക്കേറ്റ് +2 സർട്ടിഫിക്കറ്റ്. അത്ര മതി. ഫീ ഫോർ ഡ്യൂപ്ലിക്കേറ്റ് +2 സർട്ടിഫിക്കറ്റ് എന്നാണ് അതിൻ്റെ പർപ്പസ് ഓഫ് റെമിറ്റൻസ്. ഫീസ് അടയ്ക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്നൊരു കോളം കൂടി അവിടെയുണ്ട്, അതും കൂടി കാണിക്കണം. ഇത്രയേ ഉള്ളൂ. ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞു. അപ്പോൾ അപേക്ഷ നമ്മൾ പൂരിപ്പിച്ചു. ആ പൂരിപ്പിച്ച അപേക്ഷ ഡൗൺലോഡ് ചെയ്ത് അപേക്ഷ പൂരിപ്പിച്ചു. അതിനുശേഷം നമ്മൾ 300 രൂപ, ഇപ്പോൾ 350 ആക്കും എന്ന് പറയുന്നുണ്ട്. അതിലേക്ക് എത്തിയിട്ടില്ല. അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ 350 രൂപ അടച്ചാൽ മതി. അപ്പോൾ ഫീസ് ചെല്ലാനായിട്ട് അക്ഷയയിൽ അടയ്ക്കുക. അക്ഷയയിൽ ചെല്ലാൻ ചെല്ലാൻ എന്നാണ് പറയുക. അതിൻ്റെ ഹെഡ് ഓഫ് അക്കൗണ്ട് ഞാനിവിടെ പറഞ്ഞു കഴിഞ്ഞു. പർപ്പസ് ഓഫ് റെമിറ്റൻസ് എന്ന് പറയുന്നത് ഫീ ഫോർ ഡ്യൂപ്ലിക്കേറ്റ് +2 സർട്ടിഫിക്കറ്റ് എന്നാണ്. ഇനി രണ്ടാമത് വേണ്ടത് ഒരു അഫിഡവിറ്റ് ആണ്. അഫിഡവിറ്റ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ സത്യപ്രസ്താവന എന്ന് പറയും. ഈ അഫിഡവിറ്റിന് നിശ്ചിതമായ ഒരു ഫോർമാറ്റ് ഉണ്ട്. ആ ഫോർമാറ്റിലുള്ള അഫിഡവിറ്റ് ഈ പേപ്പറിൽ 100 രൂപയുടെ മുദ്ര പേപ്പറിലാണ് ചെയ്യേണ്ടത്. 100 രൂപയുടെ മുദ്ര പേപ്പറിൽ ഈ അഫിഡവിറ്റ് ടൈപ്പ് ചെയ്യണം. അഫിഡവിറ്റിൻ്റെ ഫോർമാറ്റും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്കായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് ഒരു നോട്ടറി അറ്റസ്റ്റ് ചെയ്യണം. ഈ മുദ്ര പേപ്പറിൻ്റെ വിതരണം ഇപ്പോൾ നിർത്തലാക്കിയിട്ടുണ്ട്. അതാണ് പ്രധാനമായിട്ടുള്ള ഒരു മാറ്റം. നമുക്കിപ്പോൾ ഈ സ്റ്റാമ്പ് എന്ന് പറയുന്ന മുദ്ര പേപ്പറിന് പകരം അവിടെ തന്നെയാണ് ഈ സ്റ്റാമ്പ് സമ്പ്രദായമാണ് നിലവിൽ വന്നിട്ടുള്ളത്. ഈ സ്റ്റാമ്പ് സമ്പ്രദായം മുദ്ര പേപ്പറിന് പകരമാണ്. അപ്പോൾ 100 രൂപയുടെ മുദ്ര പേപ്പറിലാണ് നമ്മൾ ഈ അഫിഡവിറ്റ് ടൈപ്പ് ചെയ്തിട്ട് നോട്ടറി അറ്റസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ അതിൽ മാറ്റം എന്ന് പറയുന്നത് ഈ സ്റ്റാമ്പിൽ
ഈ സ്റ്റാമ്പ് സമ്പ്രദായത്തിൽ 100 രൂപയുടെ തന്നെ ഈ സ്റ്റാമ്പ് സമ്പ്രദായത്തിൽ നമ്മൾ ഈ അഫിഡവിറ്റ് ടൈപ്പ് ചെയ്ത് അതിൽ വേണം ഈ നോട്ടറി അറ്റസ്റ്റ് ചെയ്യാൻ. നോട്ടറി എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു അഡ്വക്കേറ്റാണ്, ജഡ്ജി അല്ല. ആ അഡ്വക്കേറ്റിന് ഒരു പ്രത്യേക അധികാരം, ഇത്തരം ഡോക്യുമെന്റ്സ് അറ്റസ്റ്റ് ചെയ്യാൻ അധികാരമുള്ള ഒരു വക്കീലാണ്, അല്ലേ ഒരു അഡ്വക്കേറ്റാണ് നോട്ടറി എന്ന് പറയുന്നത്. അപ്പോൾ അതെങ്ങനെ തിരിച്ചറിയാമെന്ന് ചോദിച്ചാൽ അവരുടെ പേരിന് നേരെ അഡ്വക്കേറ്റ് ആൻഡ് നോട്ടറി എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. സാധാരണ നമ്മൾ ബോർഡായിട്ട് ടൗണുകളിലും കോടതിയുടെ അടുത്തൊക്കെ ഉണ്ടാവും അഡ്വക്കേറ്റ് ആൻഡ് നോട്ടറി. അപ്പോൾ അവർക്ക് നോട്ടറി സ്റ്റാമ്പ് ഉണ്ടാവും. ആ നോട്ടറി സ്റ്റാമ്പ് ഇതിൽ ഒട്ടിച്ചിട്ടാണ് അവർ അത് അറ്റസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ കാര്യമായിട്ടുള്ള ഒരു വ്യത്യാസം എന്താ, ഈ അഫിഡവിറ്റ് സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ടവർ മാത്രം ഈ അഫിഡവിറ്റ് വെച്ചാൽ മതി. തീർത്ത് നഷ്ടപ്പെട്ടവർ, ചെറിയ കേടുപാടുകൾ സംഭവിച്ചവർ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റിന് ഡാമേജ് സംഭവിച്ചവരാണെങ്കിൽ ഇത് ചെയ്യേണ്ടതില്ല. മനസ്സിലായല്ലോ? ഏത് ചെയ്യേണ്ടതില്ല? ഈ അഫിഡവിറ്റ് വെക്കേണ്ടതില്ല. തീർത്തും സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ടവർ മാത്രം അഫിഡവിറ്റ് വെച്ചാൽ മതി. അതാണ് ഇതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. പിന്നെ ഇതിൽ ആര് അപേക്ഷിക്കണം, ആർക്കാണ് അയക്കേണ്ടതെന്നൊക്കെ അതിൽ തന്നെ ഉണ്ട്. ആ ഫോർമാറ്റിൽ, അപേക്ഷാ ഫോറത്തിൽ തന്നെ ഉണ്ട്. ഇനി ഈ സ്റ്റാമ്പിലാണ് പ്രധാനപ്പെട്ട ഒരു വിഷയം ഇപ്പം നിൽക്കുന്നത്. ഈ അടുത്ത് വന്ന കേസാണത്. ഈ സ്റ്റാമ്പ് സമ്പ്രദായം നിലവിൽ വന്നപ്പോൾ അത് ഈ സ്റ്റാമ്പ് വാങ്ങുന്നത് ഈ അപേക്ഷകൻ്റെ പേരിലാണ്. അതായത് ആരുടെ സർട്ടിഫിക്കറ്റാണോ നഷ്ടപ്പെട്ടത് ആ സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ടയാളുടെ പേരിലാണ് ഈ സ്റ്റാമ്പ് നടത്തുന്നത്. ആ ഈ സ്റ്റാമ്പ് വാങ്ങുന്ന ഈ സ്റ്റാമ്പിൽ സെക്കൻഡ് പാർട്ടിയുടെ പേരും അഡ്രസ്സും വെക്കണമെന്ന് നിർബന്ധമായിട്ടും രേഖപ്പെടുത്തണമെന്നൊരു സർക്കുലർ വന്നിട്ടുണ്ട്. സെക്കൻഡ് പാർട്ടി, ആ സെക്കൻഡ് പാർട്ടി ആരാണെന്നുള്ള കാര്യത്തിൽ എല്ലാവർക്കും സംശയമാണ്. അപ്പോൾ സെക്കൻഡ് പാർട്ടി എന്ന് പറയുന്നത് പരീക്ഷാ സെക്രട്ടറിയുടെ പേരും അഡ്രസ്സുമാണ് നിർബന്ധമായിട്ടും രേഖപ്പെടുത്തേണ്ടത്. പരീക്ഷാ സെക്രട്ടറി പൂജപ്പുര SSLCയുടെ അല്ല, ഹയർ സെക്കൻഡറിയുടെ ആ പേരും അഡ്രസ്സും ഞാൻ താഴെ പറയുകയാണ്. അതായത് ഈ സ്റ്റാമ്പ് സമ്പ്രദായത്തിൽ അപേക്ഷകന്റെ പേരിലാണ് ഈ സ്റ്റാമ്പിങ്. അതിന് പുറമെ അവിടെ ഒരു സെക്കൻഡ് പാർട്ടിയുടെ അഡ്രസ്സും പേരും അഡ്രസ്സും വെക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ സെക്കൻഡ് പാർട്ടിയുടെ പേരും അഡ്രസ്സും എന്താണെന്നാണ് ഞാൻ പറയുന്നത്. ശ്രദ്ധിച്ച് കേൾക്കുക. ജോയിന്റ് ഡയറക്ടർ ബാർ സെക്രട്ടറി, ജോയിന്റ് ഡയറക്ടർ ബാർ സെക്രട്ടറി ബ്രാക്കറ്റിൽ എക്സാമിനേഷൻ, അതാണ് പേര്. ഒന്നുകിൽ ടു ദ ജോയിന്റ് സെക്രട്ടറി എന്ന് വെക്കുക, അല്ലെങ്കിൽ ടു ദ ജോയിന്റ് സെക്രട്ടറി ബാർ സെക്രട്ടറി എന്ന് വെക്കുക. ജോയിന്റ് ഡയറക്ടർ ബാർ സെക്രട്ടറി ബ്രാക്കറ്റിൽ എക്സാമിനേഷൻ. ഇത് വിശദമാക്കുന്ന സർക്കുലറും കൂടി ഞാൻ ഈ ലിങ്കിൽ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ, അത് നിങ്ങൾക്ക് പരിശോധിക്കാം. ഈ സെക്കൻഡ് പാർട്ടിയുടെ അഡ്രസ്സ് എന്ന് പറയുന്നത് ഡയറക്ടറേറ്റ്, സെക്കൻഡ് പാർട്ടിയുടെ പേര് ഞാൻ പറഞ്ഞല്ലോ, ജോയിന്റ് ഡയറക്ടർ ബാർ സെക്രട്ടറി ബ്രാക്കറ്റിൽ എക്സാമിനേഷൻ. ഇനി സെക്കൻഡ് പാർട്ടിയുടെ അഡ്രസ്സാണ് പറയുന്നത് ഡയറക്ടറേറ്റ് ഓഫ് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ബ്രാക്കറ്റിൽ എക്സാമിനേഷൻ വിങ്, ഹൗസിംഗ് ബോർഡ് ബിൽഡിങ്, ശാന്തിനഗർ, തിരുവനന്തപുരം. ഇതാണ് നമ്മളുടെ അഡ്രസ് എന്ന് പറയുന്നത്, അതായത് സെക്കൻഡ് പാർട്ടിയുടെ അഡ്രസ്സ്. ഈ മാറ്റം കാതലായ മാറ്റമാണ്. ഇതറിയാതെ ഒരുപാട് പേര് എന്നെ തന്നെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അത് സെക്കൻഡ് പാർട്ടിയുടെ ഈ സ്റ്റാമ്പിങ്ങിൽ സെക്കൻഡ് പാർട്ടിയുടെ പേരും സെക്കൻഡ് പാർട്ടിയുടെ അഡ്രസ്സും ഇല്ലെങ്കിൽ ഈ അപേക്ഷ സ്വീകരിക്കില്ല. അതാണ് ഈ സ്റ്റാമ്പിൻ്റെ ഒരു പ്രത്യേകത. അതൊന്ന് ശ്രദ്ധിക്കുക നമ്മൾ. അപ്പോൾ അത് കൂടാതെ ഇപ്പോൾ 3 കാര്യങ്ങളായി അപേക്ഷ കംപ്ലീറ്റ് പൂരിപ്പിച്ച അപേക്ഷ, ചെലാൻ അടച്ചത് 2, അഫിഡവിറ്റ് ഈ സ്റ്റാമ്പ് 100 രൂപയുടെ മുദ്രപേപ്പറിൽ ഈ സ്റ്റാമ്പ് സമ്പ്രദായത്തിൽ 100 രൂപയുടെ ഇതിൽ ഈ അഫിഡവിറ്റ് ടൈപ്പ് ചെയ്തിട്ട് അത് നോട്ടറി അറ്റസ്റ്റ് ചെയ്തത് 3 എണ്ണമായി. ഇനി വേണ്ടത് സ്പീഡ് പോസ്റ്റ് അല്ലെങ്കിൽ രജിസ്റ്റേർഡ് പോസ്റ്റിൽ 42 രൂപയുടെ സ്റ്റാമ്പ് ഒട്ടിച്ച 38 സെന്റിമീറ്റർ ഗുണിക്കണം 28 സെന്റിമീറ്ററിന്റെ കവർ, 38 സെന്റിമീറ്റർ ഗുണിക്കണം 28 സെന്റിമീറ്ററിന്റെ കവർ. അത് കവർ കഴിവതും നമ്മൾ ആ ഉൾഭാഗത്ത്
നൂല് വെച്ച് നെയ്തെടുത്തിട്ടുള്ള ഒരു കവറുണ്ട്. പുറമേ നമ്മൾ ബ്രൗൺ കവറായിരിക്കും, പക്ഷെ ഉള്ളിൽ അത് കുറച്ചുകൂടി സ്ട്രോങ് ആണ്. സർട്ടിഫിക്കറ്റിനൊന്നും അയച്ചു വരുമ്പോൾ ഒരു ഡാമേജ് സംഭവിക്കുന്നില്ല. അത്തരം ഒരു കവറിൽ നമ്മൾ 38 സെൻറ്റിമീറ്റർ × 28 സെൻറ്റിമീറ്റർ എന്ന് പറയാൻ ഞാൻ കാരണം എന്താ വെച്ചാൽ ഈ സർട്ടിഫിക്കറ്റ് നമുക്ക് മടക്കാതെ കിട്ടും. ആ വലിപ്പമാണ്. അത് നേരെ അങ്ങ് ഇട്ടിട്ട് മടക്കാതെ നമുക്ക് സർട്ടിഫിക്കറ്റ് തപാലിലെത്തും. ആ കവറിൻ്റെ പുറത്ത് നമ്മളുടെ അഡ്രസ്സ് എഴുതുക. കുട്ടിയുടെ അഡ്രസ്സ് പൂർണ്ണമായിട്ടും പിൻകോഡ് അടക്കം അഡ്രസ്സ് എഴുതുക. അതിനുശേഷം അത് 42 രൂപയുടെ സ്റ്റാമ്പ് ഒട്ടിക്കുക. കവറ് ഒട്ടിക്കരുത്. കവറിൽ ഈ മാർക്ക് ലിസ്റ്റ് ഇട്ടിട്ട് നമുക്ക് അയച്ചു തരേണ്ടതാണ്. അതുകൊണ്ട് കവർ ഒട്ടിക്കരുത്. കവറിൻ്റെ പുറത്ത് നമ്മുടെ അഡ്രസ്സ് എഴുതണം. 42 രൂപയുടെ സ്റ്റാമ്പ് ഒട്ടിക്കണം. എന്നതിന് ശേഷം ഇതിനോടൊപ്പം ഈ അപേക്ഷ പിന്നെ ചെലാൻ, അഫിഡവിറ്റ്, കവർ, ഈ 4ഉം കൂടി ഏറ്റവും മുകളിലത്തെ ഇടത്തെ മൂലയിൽ തുന്നിച്ചേർത്ത് അത് പ്രിൻസിപ്പാള് അറ്റസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. അപേക്ഷ ആ പ്രിൻസിപ്പാളിനെ കൊണ്ട് അറ്റസ്റ്റ് ചെയ്ത് പ്രിൻസിപ്പാളിൻ്റെ ഒരു കവറിംഗ് ലെറ്ററും വെച്ചോളൂ. കവറിംഗ് ലെറ്ററും വെച്ച് ഇതെല്ലാം കൂടി മടക്കി മറ്റൊരു കവറിലിട്ടിട്ട് വേണം അങ്ങോട്ട് അയക്കാൻ. മറ്റൊരു കവറിലിട്ടിട്ട് അയക്കുമ്പോൾ അതിൻ്റെ അഡ്രസ്സ് ടു ദ ഡയറക്ടർ അല്ലെങ്കിൽ ജോയിൻറ്റ് ഡയറക്ടർ, ഡയറക്ടറേറ്റ് ഓഫ് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ, എക്സാം വിങ്, ഹൗസിംഗ് ബോർഡ് ബിൽഡിംഗ്, ശാന്തിനഗർ, തിരുവനന്തപുരം. ഇതാണ് അഡ്രസ്സ്. ടു ദ ജോയിൻറ്റ് ഡയറക്ടർ ബ്രാക്കറ്റിലെ എക്സാമിനേഷൻ, ഡയറക്ടറേറ്റ് ഓഫ് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ, എക്സാമിനേഷൻ വിങ്, ഹൗസിംഗ് ബോർഡ് ബിൽഡിംഗ്, ശാന്തിനഗർ, തിരുവനന്തപുരം എന്ന അഡ്രസ്സിലാണ് ആ കവറിലിട്ട് ഒട്ടിച്ച് അങ്ങോട്ട് അയക്കേണ്ടത്. അത് കഴിവതും രജിസ്റ്റേർഡ് അയക്കുന്നതാണ് നല്ലത്. അയക്കണമെന്നില്ല, സാധാരണ തപാലിൽ അയച്ചാലും മതി. രജിസ്റ്റേർഡ് ആയിട്ടും നമുക്ക് അയക്കാവുന്നതാണ്. ഇതാണ് നടപടിക്രമം. അപ്പോൾ ഒരിക്കൽ കൂടി പറയാം, അപേക്ഷയിൽ എന്തൊക്കെ ഉണ്ടായിരിക്കണം? പ്രിൻസിപ്പൽ സാക്ഷ്യപ്പെടുത്തിയ അപേക്ഷ, അത് കംപ്ലീറ്റ് പൂരിപ്പിച്ചതായിരിക്കണം. എല്ലാ വിവരവും അതിനകത്ത് ഉണ്ടാവണം. രണ്ടാമത്തത് ചെലാൻ. ഞാൻ ചെലാൻ അടയ്ക്കുന്ന രീതിയും ഇതൊക്കെ പറഞ്ഞു. ചെലാൻ ഉണ്ടായിരിക്കണം. മൂന്നാമത് ഈ സ്റ്റാമ്പ് പരിപാടിയിൽ അഫിഡവിറ്റ് ഉണ്ടായിരിക്കണം. ഡാമേജായ സർട്ടിഫിക്കറ്റിന് ഉള്ളവർ എന്ത് ചെയ്യണം? ഈ അഫിഡവിറ്റ് വെക്കേണ്ടതില്ല. ഡാമേജായ സർട്ടിഫിക്കറ്റ് അഫിഡവിറ്റിൻ്റെ അടുത്ത് വെച്ചാൽ മതി. അപ്പം ഡാമേജ് ആയവർ ഡ്യൂപ്ലിക്കേറ്റിന് അപേക്ഷിക്കുമ്പോൾ ഈ സ്റ്റാമ്പ് വേണ്ട, അഫിഡവിറ്റിന് നോട്ടറിയുടെ അടുത്ത് പോകണ്ട. അതിന് പകരം എന്ത് ചെയ്താൽ മതി? ഈ ഡാമേജ് ആയിട്ടുള്ള ഒറിജിനൽ, ഫോട്ടോസ്റ്റാറ്റ് അല്ല കേട്ടോ, ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഈ അപേക്ഷയോടൊപ്പം വെക്കണം. അതുകൊണ്ട് നമുക്ക് കാര്യമൊന്നുമില്ല, അങ്ങോട്ട് വെച്ചാൽ മതി. അതിൻ്റെ ഒരു കോപ്പി എടുത്ത് വെച്ചതിന് ശേഷം ആ ഒറിജിനൽ ഈ അപേക്ഷയോടൊപ്പം വെക്കണം. ആര്? ഡാമേജ് ആയിട്ടുള്ളവർ. തീർത്തും നഷ്ടപ്പെട്ടവരെ സംബന്ധിച്ച് അത് വെക്കാനുണ്ടാവില്ലല്ലോ. അവരെന്ത് ചെയ്യണം? ഈ സ്റ്റാമ്പ് സമ്പ്രദായത്തിൽ ഇതേമാതിരി സെക്കൻഡ് പാർട്ടിയുടെ അഡ്രസ്സൊക്കെ എഴുതി 100 രൂപയുടെ പേപ്പറിൽ അതിൽ അഫിഡവിറ്റ് ടൈപ്പ് ചെയ്ത് നോട്ടറിയെ കൊണ്ട് അറ്റസ്റ്റ് ചെയ്ത് വെക്കണം. മൂന്നാമത്തെ നമ്മൾ 38 സെൻറ്റിമീറ്റർ × 28 സെൻറ്റിമീറ്ററിൽ ഒരു നല്ല കവറ്, നിങ്ങളുടെ കുട്ടിയുടെ, അപേക്ഷിക്കുന്ന കുട്ടിയുടെ സ്വന്തം അഡ്രസ്സ് എഴുതിയ കവറ്, ആ കവറിൽ 42 രൂപ ഒട്ടിക്കണം. സ്റ്റാമ്പ് ഒട്ടിച്ചത്, കവറ് ഒട്ടിക്കരുത്. ഈ 4 ഐറ്റവും കൂടി നമ്മൾ മുകളിൽ പൊട്ടിവെക്കുക. മുകളിൽ ഇടത്തെ മൂലയിൽ നന്നായിട്ടൊന്ന് തുന്നിച്ചേർക്കുക. അതിനുശേഷം നമ്മൾ മടക്കുക. മറ്റൊരു കവറിലിട്ട് ഈ അഡ്രസ്സിൽ ജോയിൻറ്റ് ഡയറക്ടർ, എക്സാമിനേഷൻ, ഡയറക്ടറേറ്റ് ഓഫ് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ, എക്സാമിനേഷൻ വിങ്, ഹൗസിംഗ് ബോർഡ് ബിൽഡിംഗ്, ശാന്തിനഗർ, തിരുവനന്തപുരം എന്ന അഡ്രസ്സിൽ രജിസ്റ്റേർഡ് ആയിട്ട് അയക്കുക. നിങ്ങളുടെ അഡ്രസ്സിൽ ഈ കവറ് സർട്ടിഫിക്കറ്റ് അടക്കമായിട്ട് തിരിച്ചു വരും. ഈ നടപടിക്രമങ്ങളിൽ എന്തെങ്കിലും വീഴ്ച വന്നാൽ അത് സംഗതി സർട്ടിഫിക്കറ്റ് അവർ അയച്ചു തരില്ല, അവർ മടക്കും. ഇപ്പോൾ നമ്മൾ കവറില്ലെങ്കിൽ അവർ മടക്കി വായിക്കും, അവർ വരില്ല. നിങ്ങൾക്കൊരു ലെറ്റർ വരും. കവർ രജിസ്റ്റേർഡ് ആയിട്ട് അയക്കേണ്ട കവർ നിർബന്ധമാണ്. അത് SSLC സർട്ടിഫിക്കറ്റിന് നിർബന്ധമല്ല, പക്ഷേ +2 സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ അത് നിർബന്ധമാണ്. ഞാൻ എല്ലാ അപ്ഡേറ്റ്സും പറഞ്ഞു കഴിഞ്ഞു. ചെലാൻ അടയ്ക്കാൻ ട്രഷറിയിൽ പോകണ്ട, ഈ ചെലാൻ മതി, നമുക്ക് അക്ഷയയിൽ അടയ്ക്കാം. പിന്നെ അഫിഡവിറ്റിനിപ്പോൾ ഈ സ്റ്റാമ്പ് സമ്പ്രദായമാണ്. മറ്റേ നേരത്തെ നമ്മൾ മുദ്ര പേപ്പറായിരുന്നു അല്ലെങ്കിൽ സ്റ്റാമ്പ് പേപ്പർ എന്നായിരുന്നു അതിന് പറയുന്നത്. ഇപ്പോൾ ഈ സ്റ്റാമ്പാണ്. അപ്പോൾ ഈ സ്റ്റാമ്പിൽ വരുത്തേണ്ട മാറ്റം, നമ്മളുടെ പേരിലാണ് ഈ സ്റ്റാമ്പ്,
അതുകൂടാതെ ഒരു സെക്കൻഡ് പാർട്ടിയും കൂടി ഉണ്ടാവും. ആ സെക്കൻഡ് പാർട്ടിയുടെ അഡ്രസ്സും ഇതിനകത്ത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി പ്രധാനമായിട്ട് പറയാനുള്ളത് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിന് വേണ്ട അപേക്ഷയുണ്ടാവും. ആ അപേക്ഷയുടെ കൂട്ടത്തിൽ നോട്ടറി അറ്റസ്റ്റ് ചെയ്യേണ്ട അഫിഡവിറ്റിൻ്റെ ഫോർമാറ്റിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ അവസാനം നമ്മൾ ഈ സ്റ്റാമ്പ് സമ്പ്രദായത്തിൽ വേണ്ട സെക്കൻഡ് പാർട്ടിയുടെ അഡ്രസ്സ് ഉൾക്കൊള്ളുന്ന ഒരു സർക്കുലർ കൂടെ അതിൻ്റെ കൂടി ലിങ്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇത് ആവശ്യമായവർക്ക് ഒന്നും അറിയേണ്ട ആവശ്യം, എല്ലാ ഡീറ്റെയിൽസും ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കത് സഹായകരമാവും. തീർച്ചയായിട്ടും പിന്നെ ഇത്തരം വീഡിയോസ് ലഭ്യമാകാൻ വേണ്ടി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നൊരു അഭ്യർത്ഥനയോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.